ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴം കൊണ്ട് കേക്ക് ഉണ്ടാക്കലുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കല്ലേ വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒരു പൊടിക്കണ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 5-6 ഏലക്കായ, 3-4 കരയാമ്പൂവ്, ചെറിയൊരു 2 കഷ്ണം കറുവപ്പട്ടേരെ എല്ലാം കൂടി പൊടിച്ച് വരാം കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. അത് നല്ല നൈസായി നല്ല പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പൊടിച്ച് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും ഇതൊക്കെ. ഇനി അതിന് ശേഷം ഒരു 3 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 മുട്ട ചേർക്കണം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഒരു ഓയിൽ, ഒരു കപ്പോളം ഓയിലും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് നന്നായി അടിക്കുക. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാൽ നല്ല ബീറ്റ് ചെയ്തതിൽ നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒഴിക്കുന്നത് അതുകൊണ്ടാണ്. ഒന്ന് കുറച്ച് നേരം അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക മിക്സിയുടെ ജാറെല്ലാം ഇട്ടിട്ട് ഓണാക്കിയിട്ട്. അപ്പോൾ അതിലേക്ക് ആ കപ്പ് ഓയിൽ സൺഫ്ലവറിൻ്റെ ഓയിലാട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ അത് ചേർത്തു. ഇനി ഒന്ന് അടച്ചിട്ട് നമുക്ക് അടിച്ചിട്ട് വരാം കേട്ടോ കുറച്ച് നേരം. അത് അടിച്ച് നല്ല പതഞ്ഞ് കിട്ടിയിട്ട് വേണ്ട നോക്കി, ഓയിലും മുട്ടയും കൂടി അടിച്ചിട്ട് നല്ല മാതിരി ബീറ്റ് ചെയ്ത പോലെ അതിൻ്റെ ഇട്ട കണ്ട പതഞ്ഞ് കിട്ടിയിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്ത് ഏലക്കായ കൂടി ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. നന്നായി മിക്സാക്കി ഇളക്കുക. ഇപ്പോൾ നന്നായി ഇങ്ങനെ ഒന്നുകൂടി മിക്സാക്കി ഇളക്കി കൊടുക്കട്ടെ. എല്ലാം കൂടി പൊടിയും പഞ്ചസാര പൊടിച്ചും കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് മൈദ ഇല്ലേ, ആ മൈദന് ഞാൻ എടുത്തുള്ള കേട്ടോ 1 കപ്പ്. ആ കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കണം. അതിൽ വല്ല കരയെങ്കിലും അരിച്ചെടുക്കണം നല്ലത് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അരിപ്പയിലിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി ആ മുട്ടയൊക്കെ അടിച്ച് കൊണ്ടുവന്നില്ല അതിലൊഴിച്ചതിലേക്ക് മാവിലേക്ക് അത് ചേർക്കാം കേട്ടോ. അപ്പോൾ മൈദ കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പൊടിയും കൂടി ഒന്ന് കളർന്ന് യോജിച്ച് കിട്ടണം കേട്ടോ. ഇനി അതിൽ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിൻ്റെ ശേഷം ഇത്തിരി പാല വല്ലതും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. മാവ് കൂടുതൽ ഇത്തിരി വാനില എസൻസ് ചേർത്തുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് പാൽ ചേർക്കാം കേട്ടോ. കുറച്ച് പാൽ തിളപ്പിച്ചതുണ്ട്, അത് കുറച്ച് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ശേഷം അതിൽ മുന്നായിട്ട് നമുക്ക് പഴം ഉണ്ടല്ലോ, പഴം തൊണ്ടല്ല ഉണ്ടാക്കണം. പഴം 2 എണ്ണം നല്ല പഴുത്തതാട്ടോ നേന്ത്രപ്പഴം. അത് തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി ഇടാം കേട്ടോ. അതിലിനി വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അതിലാണ് ഞാൻ പറഞ്ഞ പാൽ. അപ്പോൾ ഇതിലൊഴിച്ച് അരച്ചാൽ മതി, നേരിട്ട് അതിലൊഴിക്കേണ്ട. അതിൽ അരയ്ക്കാൻ എന്തായാലും വെള്ളം വേണമല്ലോ. അപ്പോൾ അതിന് ബദൽ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായി അരച്ചിട്ട് വരും. അപ്പോൾ പഴം അരച്ച് കൊണ്ടുവന്നിട്ട് ഇത്തിരി പാലൊഴിച്ചിട്ടിട്ട് അപ്പോൾ അത് നമുക്ക് നമ്മുടെ മാവിലേക്ക് ചേർക്കാം കേട്ടോ. പഴം അരച്ചത് ബൗളിൽ ഒഴിച്ചില്ലേ മാവ്, അതിലേക്ക് അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു ബീറ്റ് ചെയ്യണോണ്ട് നന്നായി ബീറ്റ് ചെയ്യണ്ടിട്ട് ആ ബീറ്റ് ചെയ്യണ ഇത് പോയി നമ്മുടെ അതിൽ നിന്ന് കട്ടായി പോയി കൊടുക്കണത്. അതൊക്കെ വീഡിയോയിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ നന്നായി പതച്ച് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലൊരു ഇരിപ്പ് വെച്ചിട്ട് അതിൽ നമ്മൾ കേക്കിൻ്റെ തട്ടിൽ നമ്മൾ എണ്ണ പരട്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ പരട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ തട്ട് വെച്ചു കേട്ടോ. അപ്പം ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തീ ഉണ്ടല്ലോ, അപ്പോൾ ചട്ടി നല്ല മാതിരി പഴുത്തിട്ടായിരിക്കണേ. അപ്പോൾ ഒരു 2 മിനിറ്റ് നല്ല കൂടുതൽ ഫ്ലെയിമിൽ കത്തിയതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ഒരു സാധാരണ മീഡിയത്തിലേക്ക് കുറച്ചേക്കണം കേട്ടോ തീ. ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കമ്പി എടുത്ത് കുത്തി നോക്കുമ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ കമ്പിയുമ്പോൾ പോരണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇറക്കി വെച്ച് ഒരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പഴമൊക്കെ കൂടി ചേർത്തുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായി കേക്കായി കിട്ടിയിട്ടുണ്ട്. മുറിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കണ്ടാൽ നോക്കി എന്ത് സോഫ്റ്റാണ്. പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള കാരണം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക.
അധികം നേരം കുറച്ച് നേരം നമ്മൾ വേവിക്കണ സമയം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതൊരു 25 മിനിറ്റോളം വേണം കേട്ടോ വേവാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. പുതിയ വല്ലതും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. എല്ലാവർക്കും ബൈ.